മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.85 അടിയായി കുറഞ്ഞു. തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് കൂട്ടിയതിനാലാണ് ജലനിരപ്പ് കുറഞ്ഞത്. സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം തുറന്നു വിടില്ലെന്ന് തമിഴ്നാട് അറിയിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചിട്ടില്ലെന്ന് പി.ജെ. ജോസഫ് വ്യക്തമാക്കി. പുലർച്ചെ 2 മണിയോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലെത്തിയത്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ 1400 ഘനയടി ജലം തമിഴ്നാട് കൊണ്ടുപോയി. അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവും കൂട്ടി. അണക്കെട്ടിലെ വെള്ളം സംഭരിക്കുന്നതിനായി വൈഗ അണക്കെട്ടിൽ നിന്ന് 3200 ഘനയടി ജലം തമിഴ്നാട് തുറന്നുവിട്ടു. ജലനിരപ്പ് 142 അടിയാക്കി 24 മണിക്കൂർ നിലനിർത്താനായിരുന്നു തമിഴ്നാടിന്റെ നീക്കം. അതുവഴി അണക്കെട്ടിന് യാതൊരു സുരക്ഷാ ഭീഷണിയും ഇല്ല എന്ന് കാണിക്കാനായിരുന്നു തമിഴ്നാട് ശ്രമിച്ചത്. എന്നാൽ മഴ കനത്തത് തമിഴ്നാടിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. സ്പിൽവേ ഷട്ടറുകൾ വഴി നിലവിൽ വെള്ളം തുറന്നുവിടില്ലെന്ന് തമിഴ്നാട് വ്യക്തമാക്കി. അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന 2300 ഘനയടിക്ക് മുകളിലേക്ക് എത്തിയാൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുവിടേണ്ട സാഹചര്യമുള്ളൂ. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി വിലയിരുത്തി. മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി അണക്കെട്ട് വരെ നാളെ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചിട്ടില്ലെന്ന് പി.ജെ. ജോസഫ് പറഞ്ഞു. ഇല്ല, അങ്ങനെയുള്ള ഒരു വിളിച്ചിട്ടില്ലെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. തെറ്റായൊരു വാർത്ത വന്നതാണ്. സനൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.